ആ മണിക്കുട്ടിയെയും തള്ളയെയും ഓടിക്കുന്ന കാര്യമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തോണ്ടിരുന്നത്. ഓ, നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം? എല്ലാരും വേസ്റ്റാ. അവളേതോ പട്ടിക്കാട്ടിന്ന് വന്നേന്നാ പറയുന്നത്. എന്നാലും നിങ്ങളെക്കാട്ടി ബുദ്ധിയുണ്ട്. രാധേ, ഇങ്ങ വന്നേ. എന്താ കണ്ണേട്ടാ? ഇത് തരാൻ വിളിച്ചതാ. പിന്നെ പലതരം ന്യൂട്രീഷൻ മരുന്നുകളും ടോണിക്കുകളും ലേഹ്യങ്ങളും വരെ ഉണ്ട് ഇതിനകത്ത്. നല്ല ഗുണമുണ്ടാവും. ഇതൊന്നും വേണ്ടിയിരുന്നില്ല കണ്ണേട്ടാ. മനസ്സുണ്ടെങ്കിൽ കഴിച്ചാൽ മതി. ഇല്ലെങ്കിൽ ആ വേസ്റ്റ് ബിന്നിൽ കൊണ്ടുപോയിട്ടേക്ക്. ഞാൻ കഴിച്ചോളാം കണ്ണേട്ടാ. രാധേ, എന്താ? ഞാനേ അടുത്ത ദിവസം തന്നെ ഒരു ഫോൺ മേടിച്ചു തരാം. എന്തിനാ? വേണ്ട, എനിക്കിപ്പോ ആരെ വിളിക്കാനാ? എന്താ ചോദിക്കേണ്ടതെന്ന് വെച്ചാ അങ്ങോട്ട് ചോദിച്ചാൽ മതി. എന്താ കൃഷ്ണ ഇവിടെ? അല്ല, ഓരോരോ ദുസ്വാതന്ത്ര്യങ്ങളെ എന്നോട് കാണിക്കേണ്ടെന്ന് ഞാൻ പറയായിരുന്നു. എന്താ കൃഷ്ണ കാര്യം? അല്ല, അന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ഇവർക്ക് കാര്യമായ രക്തക്കുറവും പോഷകക്കുറവൊക്കെ ഉണ്ടെന്ന്. അതിന്ന് ഓർത്തപ്പോ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ കയറി കുറച്ച് മരുന്നുകളൊക്കെ വാങ്ങി. കയറി വന്നപ്പോൾ തന്നെ കാണാത്തോണ്ട് രാധികയുടെ കൈ തന്നെ കൊടുത്തു. ഉടനെ നന്ദി പറയുന്നതിന് പകരം പുതിയൊരാവശ്യം പറയുക. എന്തായിരുന്നു? ഫോണോ? പുറത്തോ മറ്റോ പോകുമ്പോ എന്തെങ്കിലും ആവശ്യം വന്നാ ആരെങ്കിലും വിളിക്കണ്ടേന്ന്. അതിനെന്താ? അത് ആവശ്യമുള്ള കാര്യമല്ലേ? ആവശ്യമൊക്കെ ഉണ്ടാവും. അത് എന്റെ അടുത്തല്ലല്ലോ പറയേണ്ടത്, തന്റെ അടുത്തല്ലേ. അതിനിപ്പോ എന്തിനാ കൃഷ്ണ ദേഷ്യപ്പെടുന്നത്? വാങ്ങിച്ചു കൊടുത്തേക്ക് കൃഷ്ണ. രാധികയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരം ഒരു മൊബൈൽ നോക്കി വാങ്ങിച്ചു കൊടുക്ക്. താങ്ക് യു ആന്റി. ആഹാ, നോക്ക് സാറേ. മോൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ? മോളെടുത്തോ. അങ്കിളെ, ഇതിൽ എനിക്കൊരു ഫോട്ടോ എടുത്തരാമോ? അതിനെന്താ മോളെ? സാറും കൂടെ വേണം. നിന്നോ. എന്നിട്ട് ആ ഫോട്ടോ മൊബൈലിന്റെ ഫ്രണ്ടിൽ ഇടണം. സ്ക്രീൻ സേവർ ആയിരിക്കും അല്ലേ? അതന്നെ. താങ്ക് യു അങ്കിൾ. സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ സാറേ? നോക്കമ്മേ. ആദ്യം അച്ഛനെ കാണുമ്പോ തന്നെ നമുക്കൊരു ഫോട്ടോ എടുക്കണേ. അമ്മേ, എന്താ അമ്മേ? മോളച്ഛൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിട്ട് പറഞ്ഞിരുന്നില്ലേ? അമ്മ അതോർത്തുപോയി. സാർ പുതിയ സിം വേണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. ഐ ഡി പ്രൂഫ് കൊണ്ടുവന്നാൽ മതി. നിങ്ങൾ ചെല്ലാം, ഞാനിപ്പോ വരാം. എക്സ്ക്യൂസ് മീ, എനിക്ക് ചെറിയൊരു ഫോൺ വേണം. കോൾ വിളിക്കാൻ വേണ്ടി മാത്രം. ഇത് മതിയോ സാർ? ഇത് മതി. ഓക്കെ സാർ. ഓ, അപ്പൊ സാറിന്റെ ഫോട്ടോ മാത്രം മതിയല്ലേ? ഇവിടെ വന്ന് ആന്റിയുടെയും ഫോട്ടോ എടുക്കാലോ എന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. അത് വെറുതെ ആണ്, സത്യമാ. സാറേ, എന്റെ ആന്റിയുടെയും കൂടെ ഒരു ഫോട്ടോ എടുക്കുവോ? ഓ, എടുക്കാലോ. ഇങ്ങനെ മണിക്കുട്ടി ആന്റിയോട് ചേർന്ന് നിന്നേ. സമ്മതിക്കരുത് മോളെ. മുത്തേ, എന്താ ഇത്? അമ്മയ്ക്ക് ഞാനാണോ വലുതോ ഇവളാണോ? അതാണോ ഇവിടെ പ്രശ്നം?
മുത്തു പറയുന്നത് ശരിയല്ലേ കാവ്യ? അമ്മേ നമുക്ക് ഒരുമിച്ച് ഫോട്ടോ എടുക്കാം. എന്താ നിനക്കിപ്പോ വേണ്ടത്? ഒരു ഫോട്ടോ എടുക്കണം, അത്രയല്ലേ ഉള്ളൂ. ശരി, ചേർന്ന് റെഡി? ആ ആ അവിടെ നിക്ക്. മുത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു ഫോട്ടോ എടുത്തല്ലോ. ഇനി എന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു ഫോട്ടോ കൂടി എടുക്കണം. മുത്തു മാത്രം പോരാ, മണിക്കുട്ടിയും കൂടി വേണം.